വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമുക്ക് ഇന്ത്യൻസ് എന്നല്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് റഷ്യയിൽ ടാക്സി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പം അതുപോലെ തന്നെ വെൽഡിംഗ് ജോബ് എങ്ങനെ റഷ്യയിൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ചും ഒരുപാട് പേര് ഈ ജോബിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഗേസ്, എൻ്റെ പേര് ജാസ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ടാക്സി ഡ്രൈവറായിട്ട് ഇവിടെ റഷ്യയിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എസ്പെഷ്യലി ഇവിടെ ഒരുപാട് ആൾക്ക്, കാരണം മുമ്പ് സോവിയറ്റിൻ്റെ ആ കാലത്ത് ഒരുപാട് USSR ആ സമയത്ത് ഒരുപാട് അസർബൈജാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അർമേനിയ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ റഷ്യയിൽ വന്നിട്ട് പല മേഖലകളിലും ഒക്കുപേഷനിലും അവരിപ്പം ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മാസം ഒരാളോട് ഞാൻ ടാക്സിൻ്റെ ഇൻകം ചോദിച്ച സമയത്ത് അയാൾക്ക് ഒരു മോസ്കോയിൽ, എസ്പെഷ്യലി റഷ്യൻ്റെ ക്യാപിറ്റലായ മോസ്കോയിൽ ടാക്സി ഓടിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം അവരുടെ ചെലവും എല്ലാം കഴിഞ്ഞ് ഒരു മാസം അവൻ്റെ ചെലവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 3 ലക്ഷം രൂപയാണ് അവൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, അവൻ ഒരു ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അവന് ഇവിടെ 15 വർഷമായിട്ട് റഷ്യയിൽ ടാക്സി ഓടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിച്ച സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവന് ഒരു ദിവസം ഒരു 10,000-15,000 രൂപയുടെ ഓട്ടം അവനുണ്ടാവും ഒരു ദിവസം. അപ്പോൾ അവൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവൻ ഒരു മാസം 3 ലക്ഷത്തിൻ്റെ അടുത്തുള്ള ഒരു ഇൻകം മോസ്കോയിൽ അവൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറിന് എത്രത്തോളം ശമ്പളം റഷ്യയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്, അതായത് നമുക്കിപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് റഷ്യയിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും, പക്ഷേ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഇപ്പം ഈ അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അർമേനിയ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ നമുക്ക് അവരുടെ സ്വന്തം അവരുടെ ലൈസൻസ് വെച്ചിട്ട് റഷ്യയിൽ അത് ഇവിടെ വന്നിട്ട് റഷ്യൻ ലാംഗ്വേജിലേക്ക് നോട്ടറിയുടെ അറ്റസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം റഷ്യൻ ലാംഗ്വേജിലേക്ക് മാറ്റിയതിന് ശേഷം, കൺവേർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ഇവിടെ ഡ്രൈവറായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. അപ്പം അതായത് അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അവരുടെ ആ കൺട്രീൻ്റെ ലൈസൻസ് വെച്ച് തന്നെ അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ടാക്സി എയർപോർട്ട്, ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെട്ടത് എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ എയർപോർട്ടിലുള്ള ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ അവന് നല്ലൊരു ഇൻകമാണ് അവിടെ നിന്ന് അവന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിന് പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഇപ്പം റഷ്യയിൽ എങ്ങനെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. അതേസമയം എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് സാധാ ടാക്സി അല്ലാതെ നമുക്കിപ്പം ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ആണ് വേണ്ടത്. എസ്പെഷ്യലി അവർ പുറത്ത് GCC രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവർ ഇന്റർനാഷണൽ ലൈസൻസ് ആയ കുറച്ചും കൂടി വാല്യൂ ആണ് റഷ്യയിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ടാക്സി ഒഴികെ മറ്റു വണ്ടികളൊക്കെ ഇവിടെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരു പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. അവർ ആ ലൈസൻസ് വെച്ചിട്ട് അവിടെ നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അവർക്ക് ഈ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റും. പക്ഷേ ഇൻഷുറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി നിങ്ങൾക്ക് ഇവിടെ ഓടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഓടിക്കുന്നതിന് ഒരു ചെറിയൊരു നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് രാജ്യങ്ങളിൽ ഇന്ത്യയിലായാലും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യൻ ലൈസൻസിന് ഇവിടെ വലിയൊരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് കൂടുതൽ അവർ നോക്കുന്നത് വെച്ചാൽ ഇന്റർനാഷണൽ ലൈസൻസ് ആണ് അവർ കൂടുതലും ചെക്ക് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വാല്യൂ ആണ്. അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് മേടിച്ചിട്ട് ഇവിടെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഇന്ത്യൻ ലൈസൻസ് എടുത്ത് അത് അത്ര വാല്യൂ അവർ കണക്കാക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ, യാതൊരു പ്രോബ്ലംസോ കാര്യങ്ങളും ഇല്ല. ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സി 3 വർഷം, അതായത് നിങ്ങൾക്ക് പുറത്ത് രാജ്യത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ 3 വർഷത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം. ടാക്സി എന്തെങ്കിലും വണ്ടി ഓടിച്ചിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിൽ വന്നിട്ട് നിങ്ങൾക്ക് ടാക്സിക്ക് നിങ്ങളുടെ ഈ ഇന്റർനാഷണൽ ലൈസൻസ് റഷ്യൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ അതിന് കുറച്ച് അതിൻ്റെ റൂൾസ് മൊത്തമായിട്ട് എനിക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ ഒരുപാട് വാക്കൻസി അവൈലബിൾ ആണ്. വാക്കൻസി ഒരുപാട് നമുക്ക് ടാക്സി ഡ്രൈവറായിട്ട് ജോലിയാണെങ്കിൽ നല്ല വാക്കൻസി. പക്ഷേ ഞാൻ എസ്പെഷ്യലി 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് മോസ്കോ പീറ്ററിലൊക്കെ ആയിരിക്കും ആ ഒരു റേഞ്ചിൽ സാലറി കിട്ടുന്നത്. റഷ്യയുടെ വേറെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് 80,000 1 ലക്ഷം ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ. അത് ഓപ്പണായിട്ട് പറയാണ് നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ മോസ്കോയിൽ നിങ്ങൾക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പോയിട്ട് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മോസ്കോയിലൊക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മറ്റു റീജിയനിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് റഷ്യയിൽ. ആൻഡെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്ത് നിങ്ങളതിൽ ഒരു എന്താ പറയുക അതിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡെക്സ് വഴി നിങ്ങൾക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആൻഡെക്സ് വഴി നിങ്ങൾക്ക് ടാക്സി ഓടിക്കാൻ പറ്റും. അതിൻ്റെ ഫുൾ ഒരു കാരണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഫുൾ അപ്ഡേഷൻ കിട്ടാതെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഓടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ആരും ഓടിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് മലയാളികൾ ആരും ടാക്സി ഓടിക്കുന്നതായിട്ടോ ഓടിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് എന്തായാലും സൂണായിട്ട് അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതെന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം റഷ്യയിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ നിലവിൽ റഷ്യയിൽ മലയാളികൾ ആരെങ്കിലും ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീടിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ വെറുതെ നിങ്ങളുടെ അടുത്ത് അത് പറയാൻ പറ്റില്ല. എനിക്ക് അത് ഓടിച്ച് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയ മാത്രമേ ഞാനത് പറയത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ലൈസൻസ് റഷ്യയിൽ നിന്നുള്ള ലൈസൻസ് എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം അതിന് മറ്റു റീജിയനിലൊക്കെ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം ആ റീജിയൻ. കാരണം കുറച്ച് മറ്റു ചെറിയ ടൗണൊക്കെ ആണെങ്കിൽ അവിടെ 30,000 35,000 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ ലൈസൻസിന്. പക്ഷേ റഷ്യൻ ലാംഗ്വേജ് അറിയണം. റഷ്യൻ ലാംഗ്വേജിൽ എക്സാം ഉണ്ടാവും. 800 ക്വസ്റ്റൻ ആണ് വരുന്നത്. 800 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 800 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് അതിൽ സെലക്ട് ആയിട്ടുള്ള 20 ചോദ്യങ്ങൾ അവർ സെലക്ട് ചെയ്തിട്ട് ആ 20 ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള. ആ 20 ചോദ്യങ്ങൾ 800 ക്വസ്റ്റന് 20 ചോദ്യങ്ങൾ നമ്മൾ അതിനുള്ള ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാസ്സാണെങ്കിൽ നമുക്ക് ഇവിടെ റഷ്യൻ ലൈസൻസ് കിട്ടും. റഷ്യൻ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് റഷ്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പം എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ അപ്ഡേഷൻ കിട്ടിയാൽ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ടാക്സി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ മാത്രമേ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ അപ്ഡേഷൻ ഞാൻ എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും. കാരണം നാട്ടിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി നമുക്ക് റഷ്യയിൽ ഏൺ ചെയ്യാൻ പറ്റും ടാക്സി ഡ്രൈവർക്കൊക്കെ. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു ചെറിയൊരു പിന്നെ വെൽഡർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെൽഡർ ജോബ്. അപ്പോൾ ഞങ്ങൾക്ക് വിട്ടുപോയി. വെൽഡർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഇപ്പം ഈ ചെന്നൈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വാക്കൻസി ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി. കാരണം ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലേക്കും വെൽഡർമാരെ. അപ്പോൾ നിങ്ങൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കാരണം ഈ ചെന്നൈയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി ഒരുപാട് പേര് റഷ്യയിലേക്ക് തുർക്കിഷ് കമ്പനിയിലേക്കൊക്കെ കയറി വന്നിട്ടുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. കാരണം എനിക്ക് അവിടെ ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു. എൻ്റെ മുമ്പത്തെ ഫോൺ നഷ്ടപ്പെട്ട കാരണം എനിക്ക് അതിന് അതിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേൻ്റെ പ്രോബ്ലം ഉള്ളത് കാരണം എനിക്ക് അതിൽ ആ ഇൻഫർമേഷൻ എടുത്ത് ലോസ്റ്റായി പോയി. അതുകൊണ്ട് നിങ്ങൾക്കത് ചെന്നൈയിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വലിയൊരു എമൗണ്ട് ഒന്നും ചിലവില്ലാതെ തന്നെ നിങ്ങൾക്ക് വെൽഡർമാർക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റഷ്യയിലേക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പം ഈ ടാക്സിൻ്റെ ഫുൾ അപ്ഡേഷൻ എന്തായാലും ഞാൻ തരുന്നുണ്ട്. എന്തായാലും എൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വോയിസ് ക്ലിപ്പായിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എനിക്ക് ക്ലാരിഫൈ ആയിട്ടുള്ള ഒരു പക്ക ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ജോബുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് പക്ക ജെന്യൂൻ ആയിരിക്കും. അല്ലെങ്കിൽ യാതൊരു അത്രയും ക്ലാരിഫൈ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. അല്ലാതെ വെറുതെ ഇന്ന് ജോബ് ഉണ്ട് എന്ന് പറഞ്ഞുള്ള വെറുതെ ഞാൻ ഷെയർ ചെയ്യത്തില്ല. പിന്നെ മറ്റൊരുപാട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോഡ് കൺസ്ട്രക്ഷൻ വർക്ക്. അതിൻ്റെ ഇപ്പോഴും ഒരു
ചെറിയൊരു ഇഷ്യൂസ്, അതായത് ഈ ലൈസൻസിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആകാത്തത് കാരണമാണ് ഞാനത് അപ്ഡേഷൻ ചെയ്യാത്തത്. കാരണം അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പക്ക ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമുക്കത് അതിലൊരു കുറച്ച് ടൈം പിടിക്കുന്നതാണ് അവർ പറയുന്നത്. ടൈം കാരണം വെച്ചാൽ ഈ ഒരു കമ്പനി റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടൈം ഉണ്ട്. ആ ടൈമിന് ശേഷം മാത്രമേ അതിൻ്റെ ഫുൾ അപ്ഡേഷൻ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.